ഈ ഒരു ജിമ്മ് ഒരു കൊടും കാടിനുള്ളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? കൂടാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളിൽ ചാടി കുളിക്കാനും പറ്റും. ഞാൻ ഫാമിലി ആയിട്ട് 3 ട്രിപ്പ് പോയപ്പോൾ 140 ഏക്കറോളം വരുന്ന ഈ ഒരു എസ്റ്റേറ്റിനുള്ളിലെ ഈ ഒരു കിടിലൻ റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. സത്യം പറയാലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചാലും അപ്പുറം പൈപ്പുള്ള സ്ഥലം. 140 ഏക്കറോളം ഉള്ളത് കൊണ്ട് തന്നെ പ്രൈവസിക്ക് യാതൊരു കുറവുമില്ല. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ കസിൻസ് ആയിട്ടോ എങ്ങനെ വന്നാലും നമുക്ക് ഇവിടെ ഇതുപോലത്തെ പ്രൈവറ്റ് വില്ലാസ് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതുപോലത്തെ പ്രൈവറ്റ് വില്ലാസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ റൂംസും അവൈലബിൾ ആണ്. ഇനി ഈ റിസോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്നാർ കാണാൻ സമയം കിട്ടില്ല. കാരണം ഈ ഒരു റിസോർട്ട് മുഴുവൻ കണ്ടു തീർക്കാൻ തന്നെ നമുക്ക് ഒരു ദിവസം ഫുള്ള് വേണം. എന്തിന് ഫുഡ് മേടിക്കാൻ പോലും നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ നല്ല കിടിലൻ ഫുഡ്സ് നമുക്ക് കിട്ടും. ഇത് മാത്രമല്ല, ഒരു കിടിലൻ ജിമ്മും സ്പായും കുട്ടികൾക്ക് വേണ്ടി ഒരു പ്ലേ ഏരിയയും സ്വിമ്മിംഗ് പൂളും പ്രൈവറ്റ് വാട്ടർഫോൾസും കേവും ഫിഷ് പോണ്ടും അങ്ങനെ കുറെ ഉണ്ട് ഇവിടെ കാണാൻ. അപ്പൊ നമ്മൾ താമസിച്ചത് മാക്സിമം 15 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന 5 റൂമുള്ള ഈ ഒരു പുതിയ വില്ലയിലാണ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല, മൂന്നാറിലെ എലിക്സർ ഫുഡ്സ് ആണ്. ഈ ഒരു റിസോർട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഉറപ്പുള്ള ആൾക്കാരെ എല്ലാം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോ, എന്നിട്ട് ഈ ഒരു വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോ.